പോലും നോക്കുന്നില്ല. ലിഫ്റ്റ് ഇപ്പൊ തീരും, മുഖം കുത്തി വീഴും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലുലു മോളിലേക്ക് പോവാണ്. ബാംഗ്ലൂരിൽ 2 കൊല്ലമായിട്ടെങ്കിലും ഇതുവരെ ലുലു മോൾ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതെ, അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ നേരത്തെ മെട്രോ സ്റ്റേഷനിലെത്തി. പക്ഷേ എത്രയും പോലെ തന്നെ എന്നത്തെയും പോലെ തന്നെ നേരെ വഴുകി 2 ആൾക്കാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് എക്സ്കലേറ്ററിൽ കയറിയിട്ട് കണ്ട പെമ്പിള്ളേരെ വായി നോക്കുന്ന 2 അതെ കോഴികൾ, ഒന്ന് മൂത്ത കോഴിയും ഒന്ന് അധികം മൂത്തിട്ടില്ലാത്തൊരു കോഴിയും. പിന്നെ ഇത് ഞങ്ങളതിൽ കുറച്ച് ജസ്റ്റ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് എസ്കലേറ്ററിലൊക്കെ കയറിയ അവസരം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തി. മെട്രോ വന്നു 15 മിനിറ്റ് കാണിച്ചെന്ന് പറഞ്ഞാൽ മെട്രോ 1 മിനിറ്റ് കൊണ്ട് വന്നു. അതെ, ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കും. അതേ പോണു സുബിയേട്ടൻ. അതെ, നമ്മളെ കൂട്ടാതെ ആർക്കോ വേണ്ടി എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് പിന്നെ എന്നത്തെയും പോലെ അഭിരാമിയുടെ കുറച്ച് കുന്തളിപ്പുകൾ. അങ്ങനെ ഞങ്ങൾ ലുലുമാളിലേക്കുള്ള യാത്രയിലായിരുന്നു. അതെ, അനുപ്രിയ നാട്ടിൽ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവളെയും കൂടി മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ലുലുവിലേക്ക് പോയത്. ലുലുവിൽ കയറി, പക്ഷെ കയറിയത് ബാക്ക് ഗേറ്റ് വഴിയായി പോയി. അവിടെ കയറിയിട്ട് എവിടെ ക്രിസ്മസ് ലൈറ്റ് എന്ന് കരയുന്ന ശ്രീദേവിയാണ് പിന്നെ ഞാൻ കണ്ടത്. അന്ന് സെക്യൂരിറ്റി പണ്ടേ പറഞ്ഞത് ഫ്രണ്ട് ഗേറ്റിലൂടെ കയറാൻ വേണ്ടിയിട്ട്. അതെ, പക്ഷെ കയറിയത് അങ്ങനെ കുറച്ച് ക്രിസ്മസ് ട്രീ കണ്ടു. പക്ഷെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ലുലുവില്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഫിനിക്സ് മാളിൽ പോവാനായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായി പോയി. ഇതിനൊക്കെ എന്നാ വിലയാന്നറിയോ? കാണാനേ പറ്റത്തുള്ളൂ, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നും. അതെ, പക്ഷെ എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിന്റെ ഉപയോഗം നമുക്ക് നന്നായിട്ട് അറിയാം. എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ ഒരു ഐറ്റംസ് ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലുണ്ടോ അതിലെല്ലാം കയ്യെത്തി അത് തൊട്ട് തലോടി എല്ലാം തൊട്ട് തലോടി വെച്ചു. അതൊക്കെ അടുത്ത സാലറി ആകുമ്പോൾ വാങ്ങാലോ. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഈ ഒരു മാടമ്പള്ളിയുടെ മനോരോഗികളെ തിരിച്ചറിഞ്ഞത്. അതെ, 2 മനോരോഗികൾ, ചെറിയ പിള്ളേരെ പോലെ അവിടെ കണ്ട ടോയ്സ് മൊത്തം എടുത്ത് ഓരോന്നും പോയിട്ട് എത്തിപ്പിടിച്ചെടുക്കായിരുന്നു ചെയ്തിരുന്നത്. ആ കണ്ണുകളുടെ തിളക്കം കണ്ട? അതെ, ആ കണ്ണുകളുടെ തിളക്കം ഞാൻ കാണുന്നു. പൊട്ടിയാനം, മാങ്ങാമുത്തുമാല, ഒരു പച്ചരവിടെ. അതെ, അതുപോലെ ആയിരുന്നു ഓരോ കാറുകൾ കണ്ടപ്പോ. കണ്ട കാറിന്റെ ചിത്രം ഫോൺ കവറിൽ വെച്ച് മോഹമായി നടക്കുന്ന ഒരാള്. ഇത് പിന്നെ അവിടുന്ന് വലിച്ചു കൊടുന്ന് കൺവിൻസ് ചെയ്ത് കൊടുന്നു ഞാൻ. അങ്ങനെ ഓരോ റാക്ക് അയിലൊന്നും കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ച് അവസാനം ഇവിടം വരെ എത്തി. എന്നൊരു ട്വിസ്റ്റ് എന്നറിയാം, കണ്ണ് തെറ്റുമ്പോ കാണാണ്ടാവും. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്റെ അച്ഛൻ ടോറസ് ഓടിക്കുന്ന കാരണം അങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോ ഞാനത് എടുത്തു. അതാ, പിന്നെ വഴിയരികില് ഒരു ഗിറ്റാറിസ്റ്റ് സ്റ്റീഫൻ ദേവസിയാണ് അതൊക്കെ എടുക്കുന്നത്. അതെ, അത് അതിന്റെ ഒച്ചാണ് അവിടെ നിൽക്കാൻ പറ്റായിട്ട് ഓടി പോയിരുന്നു. ആ സ്ട്രിങ് കിടന്ന് കാട്ടണത്. അതെ, പിന്നെ ഇത് അഭിരാമിക്ക് പാട്ട് പാടി കൊടുത്തതാണ്. അഭിരാമി അതിൽ ലയിച്ച് നിൽക്കുകയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുഖം കണ്ടില്ലേ? അത് മറ്റേ ടീച്ചറാണ് കുട്ടികളുടെ. ഞാൻ ആദ്യം വെച്ച് റബ്ബറാണ്. പക്ഷെ ഞാൻ ഇവരെത്ര കാര്യമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുമ്പോ കണ്ട ചിന്നി ചിതറി ഓടി, കണ്ണ് തെറ്റിയാ കാണില്ല. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്ന അഭിരാമിയുടെ ലീലാവിലാസങ്ങൾ അവിടെ ഉള്ള. പിന്നെ ഇത് മെഴുകുക എന്ന് പറഞ്ഞാല് ഡോഗ് ഷോ അഭിനയിച്ച് തകർത്തു. അതിനുള്ള ഒന്നുമില്ല. അതെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടുത്തെ ഫുഡ് കോർട്ടിലേക്കാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള സാലഡുകൾ ഉണ്ടായിരുന്നു അവിടെ. അയ്യോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഏതോ 2 സാലഡ് ട്രൈ ചെയ്തു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്രയും വൈകിയോണ്ട് സാലഡിന്റെ പേര് ഓർമ്മയില്ല. സത്യം, അവിടുന്ന് കുറെ സാധനങ്ങൾ മേടിച്ചു. ബിരിയാണി വാങ്ങിച്ചു, ന്യൂഡിൽസ് വാങ്ങിച്ചൊക്കെ കഴിക്കാൻ സീറ്റിന് വേണ്ടി അടിയായിരുന്നു അവിടെ. അവസാനം ഒരു സീറ്റ് കണ്ടപ്പോ കേറിക്കോ. അഭിരാമിയുടെ തന്ത്രപരമായ ഇടപെടലുകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയത്. ഇത് പിന്നെ കുടുംബം പറ്റി സിനിമയില് മമ്മൂട്ടി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതാണ് സൂര്യചേട്ടൻ. ഇത് മമ്മൂട്ടിയല്ല,
പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചിക്കൻ ആയിരുന്നു വാങ്ങിയത്. അതെ അതെ. പിന്നെ ഇവരോട് ഞാൻ ഫീഡ്ബാക്ക് ചോദിച്ചു. അതെ, അതിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോളൊരു കോട്ടിട്ടാണ് കണ്ടപ്പോൾ താഴെ നിർത്തി വിളിച്ചത് യൂസഫ് അലിന്ന്. ഞാൻ കുറച്ചേരം വിശ്വസിച്ചായിരുന്നു. ലുലുമോളൊക്കെ എല്ലാം വിശ്വസിച്ചു. പിന്നെ ഞങ്ങളുടെ കുറച്ച് കുന്തളിപ്പുകൾ, അതെ, ഒരു കാര്യമില്ലാതെ അവിടെ കിടന്ന് അഭിനയിച്ച് തകർത്തു. പക്ഷേ പാറ പോലെ നിൽക്കുന്ന ആളുടെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യാൻ? നമ്മൾ എത്രയും മുകളിലെത്തിയെന്ന്. പക്ഷെ നമ്മൾ മുകളിലോട്ട് കേറിപ്പോയി. പക്ഷെ അനുപ്രിയക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂടെ വന്നത്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ട് വല്ല കൈച്ചെയിനോ മാലയോ വാളോ എന്തെങ്കിലുമൊക്കെ ആവുന്നു. പക്ഷെ സ്വന്തമായിട്ട് കമ്മൽ തിരികെയായിരുന്നു അത്. അറ്റ്ലീസ്റ്റ് ആ കമ്മൽ നിനക്കെങ്കിലും ഇടാം, മറ്റേനോടെ കാണുന്നില്ല. അതെ, പക്ഷെ ആ കമ്മൽ ഇപ്പൊ ഞാനാണ് ഇടണത് കേട്ടോ. അത് കൊള്ളണില്ല, അത് രസമില്ല, അത് പെൺകുട്ടികളെ കമ്മലിട്ട്. പിന്നെ സൂരജ് ക്രിസ്മസ് ട്രീയെ ലക്ഷ്യമാക്കി പോയി. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് ഫോട്ടോ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പക്ഷെ ക്രിസ്മസ് ട്രീ അത് ആ ഒരു ചേട്ടൻ വന്ന് അത് മറിച്ചു. അനുപ്രിയ കുറെ കാലത്തിന് ശേഷം അങ്ങനെ അവസാനം ശ്രീദേവി തെരഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്മസ് ട്രീ കിട്ടിയിരിക്കുകയാണ്. കേറിയത് ബാക്ക് ഗേറ്റിലൂടെ, ഇറങ്ങിയ ഫ്രണ്ട് ഗേറ്റിലൂടെ. പിന്നെ അവിടെ ഒരു മാനുംകുട്ടി ഉണ്ടായിരുന്നു. മാൻകുട്ടീനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പിന്നെ പാവം ഇയാള് കൊറേ നേരം ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിന്ന് ഭയങ്കര ഫോട്ടോ ഒക്കെ എടുത്തു. അതിനിടയിൽ കൂടെ ഒരാൾ നുഴഞ്ഞു കയറും. ഇതാണ് അഭി പറഞ്ഞ മാൻകുട്ടി. യെസ്, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ ഇറങ്ങിയപ്പോ അതാ നമ്മൾ ആരും കാണാതെ ഒരാൾ അതിന്റെ മേലെന്ന് ഒരു മൗത്ത് ഓർഗൻ മേടിച്ചു. അത് ഊതിയിട്ടാ നടന്നിരുന്നത് അവിടെ മൊത്തം. പക്ഷെ ഇനി അടുത്ത ട്രിപ്പ് എന്നാ ഒന്ന് വിചാരിച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞു ഗൈസ്.